നമസ്കാരം. നയതന്ത്രത്തിൽ വാക്കുകൾക്ക് ആയുധങ്ങളെക്കാൾ മൂർച്ചയുണ്ട്. 2019 ശേഷം ഒരു US അംബാസിഡർ കാശ്മീരിലേക്ക് നടത്തുന്ന ആദ്യത്തെ സന്ദർശനത്തിൽ അമേരിക്കൻ അംബാസിഡർ സെർജിയോ ഗോർ നടത്തിയ പ്രസ്താവന ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുകയാണ്. ശ്രീനഗറിലെത്തിയ സെർജിയോ ഗോർ ജമ്മു കാശ്മീരിനെ ഇന്ത്യയുടെ ഇമ്പോർട്ടന്റ് പാർട്ട് അഥവാ പ്രധാനപ്പെട്ട ഭാഗം എന്ന് വിശേഷിപ്പിച്ചു. മാത്രമല്ല, ഈ മേഖലയിലേക്കുള്ള അമേരിക്കയുടെ ട്രാവൽ അഡ്വൈസറി പുനഃപരിശോധിക്കുമെന്ന സൂചനയും അദ്ദേഹം നൽകി. ഈ വാക്കുകൾ വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിലെ വലിയൊരു നയതന്ത്ര മാറ്റത്തിൻ്റെ പ്രതിഫലനമാണ്. എന്തുകൊണ്ടാണ് ഈ പ്രയോഗം ഇത്രയേറെ ശ്രദ്ധിക്കപ്പെടുന്നത്? സാധാരണയായി ഇത്തരം വിഷയങ്ങളിൽ ഇൻ്റഗ്രൽ എന്ന വാക്കാണ് നയതന്ത്രജ്ഞർ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ സെർജിയോ ഗോർ ഇമ്പോർട്ടൻ്റ് എന്ന് തിരഞ്ഞെടുത്തത് വളരെ ബോധപൂർവമാണ്. അമേരിക്കയുടെ കാഴ്ചപ്പാടിൽ ജമ്മു കാശ്മീരിനെ ഭാരതത്തിൻ്റെ മറ്റേതൊരു സംസ്ഥാനത്തിൻ്റെ അതേ തുല്യമായ നിലയിലാണ് ഈ പ്രയോഗം പ്രതിഷ്ഠിക്കുന്നത്. അമേരിക്കൻ ദേശീയ താൽപ്പര്യങ്ങളുടെ സാധാരണ ഭൂമിശാസ്ത്രപരമായ ഭൂപടത്തിനുള്ളിൽ തന്നെ ജമ്മു കാശ്മീരിനെ അവർ ഉൾപ്പെടുത്തി കഴിഞ്ഞു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യ കൈവരിച്ച സുരക്ഷാപരമായ പുരോഗതിയെ അംഗീകരിക്കുന്നതിനൊപ്പം ട്രാവൽ അഡ്വൈസറി കുറയ്ക്കുമെന്ന സെർജിയോ ഗോറിൻ്റെ ഉറപ്പ് ആഭ്യന്തര സുരക്ഷാ സ്ഥിതിയിലുള്ള അമേരിക്കയുടെ വിശ്വാസത്തെയാണ് കാണിക്കുന്നത്. സെർജിയോ ഗോർ പ്രസംഗത്തിൽ ജമ്മു കാശ്മീർ എന്ന് പൂർണ്ണമായി തന്നെ ഉപയോഗിച്ചു. യാതൊരുവിധ പ്രത്യേക വിശേഷണങ്ങളോ ഇല്ലാതെ ഔദ്യോഗികമായി തന്നെ ഈ പേര് ഉപയോഗിക്കുക എന്നത് പാകിസ്ഥാൻ ഉയർത്തുന്ന വാദഗതികളെയും അവർ ഉപയോഗിക്കുന്ന പ്രത്യേക നാമകരണങ്ങളെയും നയതന്ത്രപരമായി റദ്ദ് ചെയ്യലാണ്. അനാവശ്യമായ മറ്റ് വാദങ്ങളെ അമേരിക്ക പൂർണ്ണമായി അവഗണിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. പാകിസ്ഥാന്റെ വാദങ്ങൾക്കും പ്രചരണങ്ങൾക്കും നേരെയുള്ള നിശബ്ദവും ശക്തവുമായ ഒരു മറുപടിയാണിത്. ഇനി എന്തുകൊണ്ടാണ് ഇൻ്റഗ്രൽ എന്ന വാക്കിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്നത് കൂടുതൽ കരുത്തുറ്റതാകുന്നത് എന്ന് നോക്കാം. നയതന്ത്രത്തിൽ ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ അവിടെ ആ പ്രദേശത്തിൻ്റെ സ്റ്റാറ്റസിനെ ചൊല്ലി എന്തോ ഒരു തർക്കമോ സംശയമോ നിലനിൽക്കുന്നുണ്ട് എന്ന സൂചന അതിനുള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു ശത്രുപക്ഷത്തിൻ്റെ അവകാശവാദത്തെ പ്രതിരോധിക്കാൻ മാത്രമാണ് ആ വാക്ക് പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇമ്പോർട്ടൻ്റ് എന്നത് പ്രതിരോധത്തിൻ്റെ ഭാഷയല്ല, മറിച്ച് നിലവിലുള്ള യാഥാർത്ഥ്യത്തെ പൂർണ്ണമായും അംഗീകരിക്കുന്ന ഭാഷയാണ്. ഈ വാക്കുകളിലൂടെ അമേരിക്ക കാശ്മീരിനെ സംബന്ധിച്ചുള്ള പഴയ തർക്കങ്ങളുടെ നിഴലിൽ നിന്ന് മാറി ഭാരതത്തിൻ്റെ അഖണ്ഡതയെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന പുതിയൊരു നയതന്ത്ര പാതയിലേക്ക് നീങ്ങുകയാണ് എന്നതിൻ്റെ സൂചനയാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.